കുറച്ച് കൊല്ലങ്ങളായിട്ട് ഈ സംഗതി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സിനിമാ സംവിധായകൻ വിജി തമ്പി എത്തിയത് മുതലാണ് ഈ ഒരു സംഗതി വളരെ സജീവമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഉയർത്തുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവർ പള്ളി എന്ന് പറയുന്ന എരുമേലിയിലെ വാവർ പള്ളി ഉണ്ടല്ലോ, അത് അത് വാവർ പള്ളിയല്ല. ഒന്നാമത് വാവർ പള്ളിയല്ല. വാവർ എന്ന് പറഞ്ഞൊരു ഒരു സംഗതി ശ്രീ അയ്യപ്പൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ സംഗതിയേ ഇല്ല. പിന്നെ അതേപോലെ ഈ മണ്ഡലകാലത്ത് അവിടെ നടക്കുന്ന പേട്ടതുള്ളൽ, പിന്നെ അതേ ഈ പള്ളിയിൽ നിന്ന് ഭസ്മം സ്വീകരിക്കുക, ഈ ആചാരങ്ങൾ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അത് ആവശ്യമില്ലാത്തതാണ്. ഇപ്പോൾ വിജി തമ്പി ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ നിന്ന് ഇവർ ഭസ്മം സ്വീകരിക്കുമ്പോൾ ആ ഭസ്മം നൽകുന്ന ആളുകൾ അവർ വ്രതാനുഷ്ഠിച്ച ആളുകളാണ്, അവർ മാംസാഹാരം കഴിക്കുന്ന ആളുകളല്ലേ. അവരിൽ നിന്ന് എങ്ങനെയാണ് ഇവർ അയ്യപ്പ ഭക്തർ ഭസ്മം സ്വീകരിക്കുക? ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 3 വർഷത്തോളമായി ഈ സംഗതി സജീവമായിട്ട്. നേരത്തെ ഉണ്ട്, പക്ഷേ ഇത് സജീവമായൊരു പ്രചാരണ വിഷയമായിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു 1-2 മാസം മുമ്പാണ് ഇവിടെ എരുമേലിയിൽ ഈ പുതിയ വാപുര ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ സുരേഷ് ഗോപിയാണ്. ഏതെങ്കിലൊരു ക്ഷേത്രാചാര്യനൊന്നുമല്ല, സുരേഷ് ഗോപിയാണ് അതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പ്രശ്നം വെച്ചതാണ് ആ പരിപാടിയാണ് സുരേഷ് ഗോപി. എന്തോ ഒരു പരിപാടി, എന്താ എനിക്ക് അത്ര ഓർമ്മയില്ല. എന്ന് പറഞ്ഞാൽ ഇത് അന്തരീക്ഷത്തിലുണ്ട്. അവർ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു വസ്തു മേടിച്ചിട്ടുണ്ട്. അവിടെ മുമ്പ് എരുമേലിയിൽ പഴയൊരു തിയേറ്റർ വന്നിരുന്നൊരു സ്ഥലമാണ് എൻ്റെ ഓർമ്മ. പുത്തൻ വീടിനടുത്ത് തന്നെയുള്ള വെച്ചാൽ വാവരുടെ അയ്യപ്പൻ്റെ വാള് സൂക്ഷിച്ചൊരു വീടുണ്ട് അവിടെ. ആ വീട്ടിനടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമുണ്ട്, ഒരു ഒഴിഞ്ഞ സ്ഥലം. ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയുടെ ഈ ദേവസ്വം ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഒരു സാങ്കേതികമായിട്ടുള്ളൊരു വിധിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ വിധിപ്പകർപ്പ് വന്നിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണ ചട്ടവും സംഗതികളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. മറ്റ് വിശദാംശങ്ങളിലേക്ക് കോടതി കടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി വാദം കേൾക്കൂല. ഇതിപ്പോൾ ഇടക്കാല ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനിയുള്ള കാലത്ത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സംഗതിയായിട്ട് ഇത് വരും. ഒരു പക്ഷേ കേരളത്തിലൊരു അയോധ്യയാക്കി എരുമേലിയെ മാറ്റാൻ VHP ആഗ്രഹിക്കുന്നുണ്ടാകാം, അറിയില്ല. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹിഷി നിഗ്രഹത്തിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അയ്യപ്പന് വേണ്ടിയിട്ട് മഹിഷി നിഗ്രഹം നടത്തിയ ശിവൻ്റെ ഭൂതഗണത്തിൽപ്പെട്ട വാവുരാണ് യഥാർത്ഥത്തിൽ ഈ അയ്യപ്പൻ്റെ കൂട്ടാളി എന്ന് പറയുന്നത്. വാവരല്ല. വാവർ എന്ന് പറഞ്ഞൊരു സംഗതി ആളെ ഇല്ല, അങ്ങനെ സംഗതിയേ ഇല്ല എന്നുള്ളതാണ് VHPയുടെ വാദം. പക്ഷേ അതേസമയം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും ശക്തമായിട്ട് അതിനുവേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഈ ശബരിമല ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ. അവർ പറയുന്നത് വെച്ചാൽ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ഐതിഹ്യ കഥാപാത്രമല്ല, ഒരു ചരിത്ര പുരുഷനാണ്. പന്തളത്തെ മണികണ്ഠൻ ആണ് അയ്യപ്പൻ. അപ്പോൾ മണികണ്ഠൻ്റെ ഉത്തമ സഹചാരിയും സഹായിയുമായിട്ടുള്ള ആളാണ് ആര്? വാവർ എന്ന് പറയുന്നത്. അയ്യപ്പൻ പടയാളിയായി കൂടെ കൂട്ടിയ ആളാണ്. ഈ അതിൽ പറഞ്ഞ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മശാസ്ത്ര ക്ഷേത്രമാണല്ലോ. ആ ക്ഷേത്രം നേരത്തെ അവിടെ ഉണ്ട്. എന്താണ് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ ഒരു കൂട്ടരുടെ കയ്യിലായിരുന്നു അത്. അവരിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? ശ്രീ അയ്യപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രയത്നത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദയനൻ എന്ന് പറയുന്നത് മറുവകപ്പടയുടെ ആളായുള്ള ഉദയനൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ അയ്യപ്പനെ സഹായിച്ച ആളാണ് ആര്? വാവർ. അപ്പോൾ അതിനോടുള്ള വാവർ മാത്രമല്ല, അയ്യപ്പന് കളരി പഠിക്കാൻ വേണ്ടിയിട്ട് ചിരപ്പഞ്ചിറയിൽ അഡ്മിഷൻ മേടിച്ച് കൊടുത്താണ് നേരത്തെ അജിംസ് പറഞ്ഞ വെളുത്ത, അർത്തുങ്കൽ പള്ളിയിലെ വെളുത്ത എന്ന് പറഞ്ഞാൽ ഇടം വലം ക്രിസ്ത്യൻ മുസ്ലിം സഹകാരികളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ആര്? അയ്യപ്പൻ. അത് ആ ഒരു സംഗതി നമ്മൾ പരിപാലിക്കണം. അത് നേരത്തെ അജിംസ് പറഞ്ഞ കേരളത്തിൻ്റെ ഒരു സാമൂഹിക മതസൗഹാർദ്ദം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട്, സാമൂഹിക സമരസത എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട്, അതിനെ പ്രോജ്വലിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട 3 ബിംബങ്ങളാണ് വെളുത്തയും അയ്യപ്പനും വാവരും. അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ പ്രഘോഷിക്കുകയാണ് വേണ്ടത്, കൂടുതൽ അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്, അതിനെ മായ്ച്ചു കളയുകയല്ല. അപ്പോൾ സംഘപരിവാർ എന്തിനാണത് മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്നത്? അവർക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. വാവരോടൊപ്പം നിന്ന് പോരാടിയ
വെളുത്തയോടൊപ്പം നിന്ന വെളുത്തയുടെ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി, കളരി അഭ്യസിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയായ വെളുത്തയുടെ സഹായം തേടി അയ്യപ്പൻ, പോരാട്ടത്തിന് ഇതിന് വാവരുടെ സഹായം തേടി അയ്യപ്പൻ, അത് ഒരു സംഘ് പരിവാർ നരറ്റീവിന് ചേരുന്ന ഒരു അയ്യപ്പനല്ല. അപ്പോൾ അത് മാറ്റണം എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു സാമാന്യ ഹിന്ദുവെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ ഇതാണ്, വാവരോടൊപ്പവും വെളുത്തയോടൊപ്പവും ഉണ്ടായിരുന്ന ഒരു ഹിന്ദുവാണ്. ആ നിലക്ക് തന്നെ അയ്യപ്പനെ കാണും. അതുകൊണ്ട് വാവരോടുള്ള ആദരവിൻ്റെ സൂചകമായിട്ടാണ് എന്ത് ഇവിടെ പ്രദക്ഷിണം വെക്കുന്നത്. ഈ എരുമേലിയിലെ പള്ളി പ്രദക്ഷിണം വെക്കുന്നുണ്ട്. പ്രദക്ഷിണം നടയുണ്ട് കേട്ടോ അവിടെ. ആ പള്ളിക്ക് കേരളത്തിൽ ഒരു പള്ളിക്കും അങ്ങനെ ഉണ്ടാവില്ല. ഈ അയ്യപ്പന്മാർ വന്നിട്ട് ആ ദിവസങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നു, തേങ്ങ ഉടക്കുന്നു, അവിടുന്ന് തുള്ളുന്നു. പേട്ടതുള്ളൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു മഹത്തായ പാരമ്പര്യം. ആ പാരമ്പര്യം സംരക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിനൊക്കെ ചരിത്രപരമായ തെളിവുകളുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പം എന്താണ് PR രാമരാജവർമ്മ അദ്ദേഹം രചിച്ച ശബരിമല ശബരിമല ക്ഷേത്ര ചരിത്രമുണ്ട്. അതേമാതിരി ഒരു ബ്രിട്ടീഷ് ഡോക്യുമെൻ്റ്, ഇങ്ങനെയുള്ള ചില ഡോക്യുമെൻറ്റുകളിൽ ഈ ഡോക്യുമെൻറ്റുകളൊക്കെയാണ് ഈ സുപ്രീം കോടതിയിൽ ഈ സ്ത്രീ പ്രവേശന വിരുദ്ധ പക്ഷം സമർപ്പിച്ചത്. അതിലൊക്കെ വാവറിൻ്റെ റെഫറൻസ് ഉണ്ട്. നിരവധി പുസ്തകങ്ങൾ വാവറിൻ്റെ റെഫറൻസ് ഉണ്ട്. റെഫറൻസ് ഇല്ലാതെയല്ല. പക്ഷേ അതേസമയം തന്നെ പല കഥകളുണ്ട്. ഇത് ഒരു അറബിയായിരുന്നു. ഈ പുറക്കാട്, ആലപ്പുഴയിലെ പുറക്കാട്ട് കടലിൽ വെച്ച് അയ്യപ്പനായിട്ട് ഏറ്റുമുട്ടി, അങ്ങനെ കുറേ കാലം ഏറ്റുമുട്ടി, ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല. അവർ രണ്ടുപേരും പരസ്പരം ആ വ്യക്തിത്വത്തിൽ ആകർഷകരായി സുഹൃത്തുക്കളായി എന്ന് പറയുന്ന കഥയുണ്ട്. അതല്ല, കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ജനിച്ച ഒരു സൂഫി ആയിരുന്നു, ഒരു ആയുർവേദ പണ്ഡിറ്റായിരുന്നു, അങ്ങനെയുള്ള കഥയുണ്ട്. അമ്മയുടെ പേര് പാത്തുമ്മ എന്നാണ്, അച്ഛൻ്റെ പേര് അലി എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള പല സ്വഭാവത്തിലുള്ള റെഫറൻസുകൾ പല പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ഒരു ലാർജർ ഡിബേറ്റാണ്. ഇനി ആ ഒരു അജിംസ് പറഞ്ഞ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്? മതസൗഹാർദ്ദത്തിൻ്റെ, മതാതീതമായ സൗഹൃദത്തിൻ്റെ, മതാന്തര സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ടുള്ള 3 ബിംബങ്ങൾ. ഇതാണ് അയ്യപ്പനും വാവരും വെളുത്തയും. അത് നിലനിൽക്കുക എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ആനന്ദം നൽകുന്ന, സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു 3 ബിംബങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത്. അതില്ലാതാക്കാൻ VHP ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അവരങ്ങനെ ആഗ്രഹിക്കും. അവരുടെ ഒരു ഡിസൈൻ അങ്ങനെയാണ്. പക്ഷേ ശബരിമല ക്ഷേത്രം പറഞ്ഞാൽ കേരളത്തിലാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്, ഒരു സ്പിരിച്വൽ ഡെസ്റ്റിനേഷനാണ്. പക്ഷേ RSSനെ സംബന്ധിച്ചിടത്തോളം, സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ് ഒരു വേവാത്ത ചേന കഷ്ണമാണ് ശരിക്കും. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമുണ്ടല്ലോ. അപ്പോൾ RSSൻ്റെ കേരളത്തിലെ ഏറ്റവും സമാരാധ്യനായ ഇൻ്റലക്ച്വൽ ബുദ്ധിജീവി എന്ന് നിസ്സംശയം പറയാവുന്ന ആളാണ് രംഗഹരി, R. ഹരി. ഈ R. ഹരിയുടെ പുസ്തകമുണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞിട്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നിർബന്ധമായും വേണമെന്നാണ് അദ്ദേഹം അതിൽ വാദിക്കുന്നത്. ആലോചിച്ച് നോക്ക്, രംഗഹരിയുടെ വളരെ സുചിന്തിതമായ നിലപാടെന്താണ്? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്നാണ്. RSSൻ്റെ ഐഡിയോളോഗാണ്. R.V. ബാബു ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണല്ലോ. R.V. ബാബു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് വാദിച്ച ആളാണ്. BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ചെയർമാൻ, കൺവീനറായിരുന്നു TG മോഹൻദാസ്. അദ്ദേഹം അതിനുവേണ്ടി വാദിച്ച ആളാണ്. അപ്പോൾ RSSൻ്റെ താല്പര്യം എന്താണ്? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്നുള്ളതാണ്. പക്ഷേ ഇതേ ആളുകൾ എന്താ ഇത് സുപ്രീം കോടതി വിധി വന്നു. സുപ്രീം കോടതി വിധി വന്നിട്ട് ആദ്യത്തെ ദിവസം അതിനെ പിന്തുണയ്ക്കുകയാണ് അവർ ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു 3-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. 3-ാമത്തെ ദിവസം അതിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. സുവർണാവസരമാണെന്ന് പറഞ്ഞിട്ട്, ഇതൊരു സുവർണാവസരമാണെന്ന് കണ്ടിട്ട് എന്തുമാത്രം പാരഡോക്സിക്കായൊരു നിലപാടാണത്. എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ശബരിമലയെക്കുറിച്ചിട്ടുള്ള ഇവിടുത്തെ കോമൺ ഹിന്ദു നറേറ്റീവ് ഉണ്ടല്ലോ, കോമൺ ഹിന്ദു ബിലീഫ്, അതിൻ്റെ കൂടെ അല്ല RSS. അത് അവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതേസമയം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബരിമല ഉപയോഗപ്പെടുത്തുക എന്നാൽ അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംഗതി ആയിട്ടല്ല, ഒരു അപ്രോച്ചല്ല അവർ ശബരിമലയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. തീർത്തും പൊളിറ്റിക്കലായ അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്. അതുതന്നെയാണ് വാവർ നടയുടെ, അല്ലെങ്കിൽ ഈ എരുമേലിയിലെ വാവർ പള്ളി മാത്രമല്ല, ശബരിമലയിൽ വാവർ നടയുണ്ട്. അതേക്കുറിച്ച് ഇവരൊന്നും പറയുന്നില്ലല്ലോ. ശബരിമലയിൽ വാവർ നടയുണ്ട്. അവിടെ ഈ ഡിവോട്ടീസ് ഇതാണ് അവർ അർപ്പിക്കുന്നത്. എരുമേലിയിൽ തേങ്ങ കൊടുക്കുകയാണെങ്കിൽ വാവർ നടയിൽ കുരുമുളകാണ് അവിടുത്തെ കാണിക്കയായിട്ട് വയ്ക്കുന്നത്.
വായ്പൂരുള്ള ഒരു കുടുംബത്തിലേക്കാണ് അത് പോകുന്നത്. ഇതെങ്ങനെ ഈ എരുമേലിയിൽ വാവർ പള്ളിയല്ല എന്ന് പറയുന്ന ആളുകൾ ഈ ശബരിമലയിൽ തന്നെയുള്ള വാവർ നടയെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? അവിടെ ആളിരിക്കുന്നുണ്ടല്ലോ, അല്ല ഈ മണ്ഡലകാലം മുഴുവൻ അവിടെ ആളിരിക്കുന്നുണ്ടല്ലോ. ഇത് പ്രശ്നം ഇതാണ്. ഇത് എന്തെങ്കിലും സ്പിരിച്വലായിട്ടുള്ളതോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സംഗതിയല്ല, ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് പരാജയപ്പെടുന്നു, ഇത് വിജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വിജയിക്കുന്നതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ പറയുന്ന എരുമേലിയിലെ പള്ളി മുസ്ലിം പള്ളിയാണല്ലോ, സാധാരണ അതിൽ മുസ്ലിം പള്ളിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചത് അവരിതിനെ അതിൽ 2 ഇതുണ്ട്. പൂർണ്ണമായി ഒരു മുസ്ലിം പക്ഷത്ത് നിന്ന് ഇപ്പം മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഈ പള്ളി കമ്മിറ്റിക്കാരോ ആരും അയ്യപ്പ ഭക്തർ ഇവിടെ വരണമെന്നും പ്രദക്ഷിണം ചെയ്യണമെന്നും തേങ്ങ കൊടുക്കണമെന്നും പറയുന്നില്ല, അവരതിന് പരസ്യം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ആളുകൾ 1000-കണക്കിന് 10,000-കണക്കിന് ആളുകൾ വരുന്നു, അവരാണുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, അവർ പോകുന്നു. പക്ഷെ അതേസമയം ഈ പറയുന്ന മുസ്ലിം തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇതൊരു ബഹുദൈവാരാധനയുടെ എലമെൻറ്റുകളുള്ള ഒരു സംഗതിയാണ്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? അത് എന്തിനാണ് നമ്മളതിനു വേണ്ടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്, അതിനു വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ പള്ളി കമ്മിറ്റി തന്നെ ഉണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ട്. തിയോളജിക്കലായിട്ട് നോക്കുമ്പോൾ ആ ഒരു വശം അതിനുണ്ട് താനും. പക്ഷെ അതേസമയം നമ്മളൊരു സോഷ്യോളജിക്കലായിട്ട് സാമൂഹ്യശാസ്ത്രപരമായിട്ട് ആലോചിക്കുമ്പോൾ ഇത് ഭയങ്കരമായ ഈ പറഞ്ഞ മതസൗഹാർദ്ദത്തിൻ്റെ, മതാന്തരമായ സൗഹൃദത്തിൻ്റെയും ബന്ധങ്ങളുടെയും ഒരു ആഖ്യാനമാണ്, ഒരു കഥയാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ആ നിലക്ക് സാമൂഹ്യ പ്രസക്തിയുള്ളൊരു സംഗതി കൂടെയാണ്. ഇത് ഇപ്പോൾ അയോധ്യയുടെ കാര്യത്തിൽ ബാബരി മസ്ജിദ് പൊളിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കാൻ മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് സംഘാടന എളുപ്പമാവും. പക്ഷെ എരുമേലിയുടെ കാര്യത്തിൽ അങ്ങനെ എന്താണ്, ഇവിടെ പേട്ടതുള്ളൽ നിശ്ചയമായി നടന്നിരിക്കണം, പിന്നെ എന്താണ് ഇവരുടെ തേങ്ങ ഉടക്കലും സംഗതികളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് വാദിക്കാൻ മുസ്ലിം പക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു എനിമി, ഇനവിറ്റബിൾ എനിമി എന്ന് പറയുന്ന സംഗതി അപ്പുറത്തില്ലാത്തതുകൊണ്ട് അത് എത്രത്തോളം അത് ചൂടാവുമെന്നറിയില്ല. പക്ഷേ ഈ ഒരു ആശയം, ഈ വാവർ എന്ന് പറയുന്ന സംഗതി എന്തിനാണ് നമ്മൾ ഈ മുസ്ലിമിൻ്റെ ഒരു മുസ്ലിം ആളെ നമ്മൾ അയ്യപ്പനുമായിട്ട് ചേർത്ത് കിട്ടുന്നതെന്ന് പറയുന്നൊരു സംഗതി ഇവർ ശക്തമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സർക്കിളിലൂടെ ശക്തമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു പ്രവർത്തന രീതി, അവരുടെ ഒരു പ്രചാരണ രീതി വെച്ചിട്ട് അത് പൂർണ്ണമായി പരാജയപ്പെടുമെന്ന് നമ്മൾ കാണേണ്ടതില്ല. പക്ഷെ ഇനിയുള്ള കാലം എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗനായിട്ട് അത് അവിടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.